ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടുകാരനും ഒരു പൊതുപ്രവർത്തകനുമായ രാധാഷാറിൻ്റെ വീട്ടിലാണ്. മൂവരുണ്ടാക്കി കുറച്ച് കൃഷി ജൈവ രീതിയിൽ ഉണ്ടാക്കിയ കുറച്ച് കൃഷികൾ കാട്ടലാണ്. ഇത് ആദ്യം കാട്ടുന്നത് ഞങ്ങൾ ചിരങ്ങയാണ്. ഈ ചിരങ്ങത്തെ ഏത് ഇനത്തിൽപ്പെട്ട വിത്താണ്? ഇത് ഹൈബ്രിഡ് വിത്തുകളാണ്. തന്നെയാണ്. മൈക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വിത്താണ്. ഇത് എവിടുന്ന ചെമ്മാടുന്ന അല്ല, ഇത് അത്താണിക്കൽ മനോജിന്റെ ഇത് വാങ്ങി. ഇത് ഇതിന് എന്തൊക്കെ വളങ്ങൾ ചെയ്യല്? ഇതിന് പിന്നെ കോഴിവളവും പിന്നെ വെണ്ണീർ, പിന്നെ കുറച്ച് 18 മാസത്തിൽ ഒരു പ്രാവശ്യം. പിന്നെ ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കും മാസത്തിൽ ഒരിക്കല്. ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ എന്താ വെച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം. നമ്മളിത് തന്നെയാണ് കഴിക്കണത്. പിന്നെ അങ്ങനെ ഇങ്ങനെ കീടനാശിനി അങ്ങനെ കൂടുതൽ അടിക്കൂല, കുറച്ചൊക്കെ അടിക്കാഞ്ഞാൽ വളരെ കുറവ്. നമ്മൾക്കും ഇതാവണ്ടേ, അല്ലാണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൂടുതൽ വളർച്ച വരാത്തത്. ഇതിനിപ്പോ യൂറിയ ഒക്കെ വള്ളിക്ക് അടിച്ച് നമ്മള് ചെടിക്ക് വിട്ടു കൊടുത്താല് പെട്ടെന്ന് ഇതാവും, നമുക്ക് പിന്നെ ലാഭം കൂടുതൽ കിട്ടും. പക്ഷെ അത് പാടില്ല, നമ്മള് ചെയ്യാൻ പാടില്ല. ഇതിപ്പോ എത്ര ദിവസം? ഒരു 45-ാമത്തെ ദിവസം നമ്മൾ കുഴിച്ചിട്ട് 45-ാമത്തെ ഇപ്പൊ നിങ്ങൾ എവിടെയാ മാർക്കറ്റൊക്കെ എവിടെയാ? മാർക്കറ്റ് ഇപ്പൊ ഈ ചിരങ്ങയ്ക്ക് അത്ര മാർക്കറ്റ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇത് നമ്മളെ അയൽവാസികൾക്കും നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഫ്രീ ആയിട്ട്. ഇപ്പൊ എനിക്കൊരു വേറെ കാര്യമുണ്ട്. എന്റെ ഇത് വില ഇല്ലെങ്കിൽ വില കുറച്ച് ഞാൻ കൊടുക്കൂല, എവിടെയും കൊടുക്കില്ല. വെറുതെ കൊടുത്താലും വില കുറച്ച് കൊടുക്കൂല. അതാണ് എൻ്റെത്, എന്റെ കൃഷിൻ്റെ നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പൊ അത് ഇത് ഇനി ചിരഞ്ഞാലും അല്പം ഇതൊക്കെ കുറവാണ്. ഞാൻ മറ്റേ കൂടുതൽ ചെയ്യുന്ന ആളാ. കൂടുതൽ ഞാൻ ആഴ്ചയിൽ കുറച്ച് ബസ്സിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ഞാൻ പിന്നെ കടയിൽ ഒരു 1.5 കിൻഡലൊക്കെ ആഴ്ചയിൽ പറിച്ച് ചെയ്യുന്നതാണ്. പടവലും മറ്റേ സാധനങ്ങളൊക്കെ കടയിൽ കൊടുക്കും. ഞാൻ ഇന്നിപ്പോ പുറത്താണിക്കല് പടവലം വേണം വെച്ചിട്ട് വിഷു കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച കൊണ്ടുവന്നത്. അതെന്താ വെച്ചാൽ മറ്റുള്ള പുറമേ നിന്നുള്ള പച്ചക്കറി വരണോണ്ടാണ്. പക്ഷെ പിന്നെ ചില ആൾക്കാർ നമ്മളെ കൃഷിനെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അല്ല, അതുണ്ട്. നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്. നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അപ്പുറത്തെ കാരുകുട്ടിയാടനൊക്കെ അവരെന്നെ പറിച്ച റോട്ടിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോ ഞാൻ അതിനുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന് തുലാസ് വേണം, അല്ലാണ്ട് നമുക്കൊരു ഇതായി കൊടുക്കില്ല. അപ്പൊ അതിന് ഉള്ളൊരു ശ്രമത്തിലാണ്. ഞാൻ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. ഇവിടെയൊക്കെ ആദ്യം ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ വീട്ടിലൊക്കെ വന്ന ആളുകൾ വാങ്ങലുണ്ട്. ഇതിപ്പോ എത്ര വിളവെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? ഇതിപ്പോ ഞാനൊരു 2 മാസമായി. കാരണം ഇപ്പൊ ഇത് ശരിക്കും എനിക്ക് അധികം കടയിലൊന്നും പോണില്ല. പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അത് മാത്രമല്ല നമ്മളെ ശരീരത്തിനൊക്കെ വേണ്ട ജലം തരുന്നൊരു സാധനമാണ്. നല്ല സീസണിൽ അത്യാവശ്യം കച്ചവടം ഉണ്ടായില്ല. അന്നും വലിയ കിട്ടിയിട്ടില്ല. കാരണം അന്നേക്ക് ആയി വരണുള്ളൂ. ഇതാണ് വിപണി നമുക്കൊരു വലിയൊരു പ്രശ്നമാണ്. പുറമെന്നുള്ള സാധനം വരണുള്ളൂ. പക്ഷെ നമ്മൾ നേരിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ലാഭകരമായിട്ട് വേണം. നാട്ടുകാർ നമ്മോട് സഹകരിക്കുന്ന കൃഷി ഓഫീസറും നല്ല ഇതാണ്. കർഷകരായിട്ടൊക്കെ നല്ല ബന്ധമാണ്. നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ. അല്ല, നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഇതിലൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് കൊടുക്കലുണ്ട്. ഇതിന് ഗ്രാമസഭയിലൊക്കെ നമ്മള് അപേക്ഷ കൊടുക്കലുണ്ട്. അത് മാത്രം ആശ്രയിച്ച് നമുക്ക് കർഷകനെ നമുക്ക് ചെലവ് കൊണ്ട് പോയി നിന്നിട്ടും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു കർഷകൻ എന്താണോ വേണ്ടത് വെച്ചാൽ അത് ചെയ്യാൻ കഴിയണില്ല. അതാണ് ഗവൺമെന്റ് ശരിക്ക് അതിനെ പറ്റിയിട്ട് വരുത്തണം. കാരണം എല്ലാവരും എല്ലാ കൃഷിയും ചെയ്യില്ല. അപ്പം എന്നോട് വാഴക്കൃഷി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാഴക്കൃഷിയെ പറ്റി അറിയില്ല. വാഴക്കൃഷി അറിയുന്ന വിദഗ്ധരുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ, പച്ചക്കറി ഇങ്ങനെയുള്ളത് ചെയ്യുന്ന താല്പര്യം വേണമല്ലോ. ഈ താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിനു വേണ്ടി. പിന്നെ അതല്ല, ഇപ്പൊ ശരിക്കും സർക്കാരും ഈ കൃഷി ഓഫീസർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആരെങ്കിലും ഇത് കൃഷി ചെയ്യാണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ്. അതാണ് കാരണം. ഇത് കുറെ ആൾ വാങ്ങിട്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് വേറെ വഴിക്ക് പോണത്. ഇത് കിട്ടേണ്ട യഥാർത്ഥ കർഷകനല്ല കിട്ടേണ്ടത്. അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ അടുത്ത പടവലാണ്. ഈ പടവലത്തിന്റെ വിൽപ്പന ഇത് കുഴിച്ചിട്ട കാലം തൊട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. വളങ്ങൾ അടിവളം എന്തൊക്കെ ചെയ്യുന്നത്? ഇത് അടിവളം ആദ്യം കുമായം നമ്മളെ കോഴിവളമൊക്കെ ആദ്യം ഇട്ട് വെക്കും. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് വിത്ത്. അപ്പൊ വെച്ചാൽ നമ്മളൊരു കുറച്ച് കരുത്തിൽ ചെടി വരും. എന്നിട്ട് അതിലും കരുത്തില്ലാത്ത ചെടി പറിച്ച് ഒഴിവാക്കുക. ഇത് മൈക്കോന്റെ വിത്ത് തന്നെയാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് മൈക്കോന്റെ വിത്താണ്. ഇതാകുമ്പോ ഒരു ഫാമിലിക്ക് പറ്റിയ പടവലാട്ടോ. അതെ അതെ. കൂടുതൽ ഒരു ഫാമിലിക്ക് പറ്റിയ സാധനമാണ്. അപ്പൊ അത് ഇതിന്റെ കാട്ടിൽ ലേശം വലിപ്പമുള്ള പടവല. ഈ നിങ്ങളൊക്കെ വലിപ്പം കണ്ടു.
അപ്പോൾ ഇതിനും ഈ എത്ര മാസത്തെ വളർച്ചയാണ് ഇത്? വളർച്ച കായ്ക്കൽ 45 ദിവസം തന്നെ കായ്ക്കും. ഇതൊരു 10 ദിവസം കൊണ്ടൊക്കെ ആവും. ഇത് മരുന്നടിക്കാതെ ലക്ഷണമാണ്. അതെന്താ വെച്ചാൽ നമ്മൾ അമിതമായിട്ടുള്ള ഈ കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അല്ലല്ലേ, അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ തോട്ടത്തിൽ നമുക്ക് പോയാൽ തന്നെ കാണാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ ക്ലിയർ. ഇതിപ്പം ഞാൻ നേരത്തെ അവിടെ പറഞ്ഞ മാതിരി തന്നെ ഈ യൂറിയ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളർച്ച ഇതിനേക്കാളും കൂടും, അല്ലെങ്കിൽ ലാഭമാണ്. ഭൂമിയിലൊന്നും ഉണ്ടാവില്ല. അതെ. പിന്നെ നമുക്ക് ചെടിക്കും അടിക്കും യൂറിയ. അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാവും. പലരും പറയല്ലേ. ഞാൻ എന്റെ കൈപ്പൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാം. നമ്മളെ ഫാബ്രിക്കേഷൻ വർക്കാർ ഒഴിവാക്കണ പ്ലാസ്റ്റിക് ഉണ്ട്, അത് അവിടെ നിൽക്കുക, ഇങ്ങനെ കയറ്റുക, ഇങ്ങനെ ക്ലിപ്പ് അടിച്ചാടാം. അപ്പൊ എന്താ വെച്ചാല് കായ്ച്ചാലും ശല്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ കൈപ്പൊക്കെ വെച്ചാൽ ഞാൻ കൊണ്ടാട്ടാക്കിട്ടാ കാരണം കൂടെ വിറ്റാലും ഒക്കൂല. 30-40 വിലക്ക് ഈ വെള്ളത്തിലെ നമുക്ക് മുതലാവില്ല. അതെ. അപ്പൊ അത് കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. വിപണിയിൽ വലിയ കാരണം വെച്ചാൽ നമുക്ക് തമിഴ്നാട് പച്ചക്കറി, ഇപ്പൊ തമിഴ്നാട് പച്ചക്കറിനെ പറ്റി ഇപ്പൊ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ കടകൾക്കൊക്കെ കൂടുതൽ അവർക്ക് ലാഭത്താണ്. അപ്പൊ അവരതിനാണ്. എന്നാലും കുറച്ച് ചെറിയ ചില്ലറ കടക്കാരൊക്കെ എടുക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ. അപ്പൊ ഇവിടെ പറിക്കാൻ 25 കിലോ ഇവിടെ പറിക്കാണ്ട്, പക്ഷെ പറിച്ചിട്ടില്ല ആൾക്കാർ. ഇല്ല, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം കുറച്ച് എന്റെ പന്തൽ ഇത്രയും നല്ല വലിയ പന്തലാടല്ലേ, നല്ല ഒരു 50 കിലോനൊക്കെ ഒരു ഒറ്റ ട്രിപ്പിന് പറക്കണ ഇതാണ്. 5-6 കടയിൽ അങ്ങനെയായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ അതിനോട് പിന്നെ എന്താ പറയാ, ചെയ്യുമ്പം ഉണ്ടാകുന്ന വിഷമം കൊണ്ടാണ് ഇത് ചെയ്തിട്ട് വിപണി ഇല്ല. അപ്പൊ അതിനല്ല വിപണി ഇപ്പൊ നമ്മൾ സ്വയം ഉണ്ടാക്കുക. കാരണം നാട്ടുകാരൊക്കെ സഹകരിക്കും. കാരണം എല്ലാവരും സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞ ഇതിന്റെ ചെറുങ്ങനെ കാര്യം പറഞ്ഞാൽ തന്നെ ഞാൻ വില കുറച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വെറുതെ കൊടുത്താലും 20 രൂപ ഒരു കിലോ ചിരങ്ങ കിട്ടണം. ചിരങ്ങ കിട്ടിയ ഒരു മാന്യമായിട്ടുള്ള. പക്ഷെ നമ്മളെ നാട്ടുകാർക്ക് പ്രശ്നമല്ല. ഒരു കിലോമേൽ ഇപ്പൊ ഒരു 5 റുപ്യ കൂട്ടി തന്നാലും അവർക്ക് പ്രശ്നമല്ല. കാരണം ഫ്രഷ് സാധനം നമ്മൾ ഇന്ന് പറിച്ച് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾ തയ്യാറാണ്. പക്ഷെ വിപണിയിൽ നമ്മള് നേരെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശരിക്കും സർക്കാർ തന്നെ ഒരു വിപണി കണ്ടെത്തണം. ഒരു കൃഷിഭവനോട് ബന്ധപ്പെട്ടിട്ട് സർക്കാർ തന്നെ ഒരു വിപണി. അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പ്രയോഗമാകുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ നേരത്തെ അവിടെ ഇതിന്റെ പറഞ്ഞ മാതിരി ഇത് അർഹതപ്പെടാത്ത കുറെ ആളുകൾ ഈ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് ശരിക്കും ഇത് പരിശോധിക്കേണ്ട വെച്ചാൽ നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് അത് കൃഷി ഓഫീസറാണ് പരിശോധിക്കേണ്ട ഇതുണ്ട്. കാരണം ഓഫീസർ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മൾ അർഹനാണെങ്കിൽ മാത്രമേ നമുക്ക് തരേണ്ടുള്ളൂ. വന്ന് നോക്കണം. വന്ന് നോക്കണം. അവരൊന്ന് നോക്കണം. നമ്മൾ അപേക്ഷ കൊടുക്കും. പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല, അതും അല്ല, കൃഷി ഓഫീസർ തന്നെ വരണം. പഞ്ചായത്ത് മെമ്പറും കൃഷി ഓഫീസറും കൂടി വന്നാലേ അത് ചെയ്യണം. അവർക്ക് വീഡിയോ ഒക്കെ അവർക്ക് എടുക്കാമല്ലോ. മറ്റേതെന്താ വെച്ചാൽ ഇത് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അങ്ങനെയല്ലേ, വന്ന് നോക്കണില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ആനുകൂല്യം അക്കൗണ്ടിൽ കയറും, നമ്മളൊരു അക്കൗണ്ട് കൊടുക്കും. അതുകൊണ്ട് കാര്യമില്ല. കൃഷി ഓഫീസർമാരൊക്കെ നമ്മളെ ഈ കൃഷി ചെയ്യുന്ന അവരടുത്ത് അവരാ വരേണ്ടത്. കാരണം അവർ ഫീൽഡിൽ വന്നിട്ട് അവര് ഇത് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവർ പരിശോധിക്കണം. അവര് മറ്റെന്താ വെച്ചാൽ വേറെയുള്ള ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുകയാണ്. കർഷകന് ഇതിന്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടില്ല. എല്ലാ കർഷകരും എല്ലാം പറയണം കേട്ടോ. ചില ആളുകൾ പല രീതിയിലുള്ള ഇതുണ്ടാവും. അപ്പൊ എവിടെയാണോ എന്തെങ്കിലും കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ആരായാലും ശ്രമിക്കും. ചില ആളുകൾ അതിനായിട്ട് നിൽക്കണുണ്ട്. അതിപ്പോ ഈ വിഷയത്തിൽ നിന്നല്ല, കർഷകൻ അതാണ്. പക്ഷെ കൃഷി നഷ്ടമൊന്നും പറയാൻ പറ്റൂല. കൃഷി നമുക്ക് ചിലപ്പോൾ പിന്നെ എന്താ വെച്ചാൽ രാവിലെ ആയാലും വൈകുന്നേരം നമ്മളൊക്കെ എപ്പോഴും ഇതിന്റെ അടുത്ത് നിന്ന് ഇതൊക്കെ ആയി നിന്ന് കഴിഞ്ഞാൽ അത് ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം. പിന്നെ അതിലിപ്പോ നമ്മക്കായാലും ഇപ്പൊ കറി വെക്കണമെങ്കിൽ ഇപ്പൊ പറിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വരുന്ന ആർക്കും അതിന്റെ ഇത് കൊടുക്കും, പടവലം കൊടുക്കും, എല്ലാവരും ഉണ്ടാക്കുന്ന കൃഷികളും. അതൊന്നും നമ്മൾ വിലക്ക് കൊടുക്കണമല്ല. അതൊക്കെ ഒരു സ്നേഹം. എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.